श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सागणललिता श्रीविशाखान्वितांश हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण हरि ओम तत्सत्। നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം. ഈ അധ്യായത്തിൽ ഭഗവാൻ ആത്മതത്വോപദേശം അർജുനന് മരണത്തെക്കുറിച്ചുള്ള ഭയങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, എന്റെ ബന്ധുക്കളെല്ലാവരും മരിച്ചു പോകും, ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും പിതൃക്കളെയും പിതാമഹന്മാരെയും സഹോദരന്മാരെയും മാതുലന്മാരെയും ഒക്കെ കൊല്ലേണ്ടി വരും, അത് വലിയ പാപമാണ് എന്നൊക്കെയുള്ള അർജുനന്റെ വിലാപം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അർജുനനെ ശരീരബോധത്തിൽ നിന്നും ഉയർത്തി ആത്മീയ ബോധത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആത്മാവിന്റെ സ്വഭാവങ്ങൾ ഭഗവാൻ ആദ്യം തന്നെ വിവരിച്ചു കൊടുക്കുകയാണ്. ജീവാത്മാവ് എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയും ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നത്വേവാം ജാതുനാസം നത്വം നെമേ ജനാധിപ നൈവ നഭവിഷ്യാമ സർവേ വയമതപരം. ഒരു ദേഹത്തിലുള്ള ജീവാത്മാവ് ശരീരം വളരുന്നതിനനുസരിച്ച് വളരുന്നില്ല, അല്ലെങ്കിൽ മാറ്റം വരുന്നില്ല, അത് അടുത്ത ശരീരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. ദഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനശ്ചര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്വസ്ഥ ന മുഖ്യതി എന്ന് പറയും. ഭഗവാൻ ആത്മാവിന്റെ സ്വഭാവങ്ങളാണ് എടുത്തെടുത്ത് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അവിനാശിതു തദ്വിധി ഏന സർവമിതം തദം വിനാശം അഭിയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. അവിനാശിയാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. ഈ ജീവാത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. വിനാശം അഭിയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. ഇതിന് വിനാശമില്ല. എത്ര തന്നെ പ്രളയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും, ലോകാവസാനം ഉണ്ടായിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ശരീരമാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും, എത്ര തന്നെ മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും ജീവനൊരിക്കലും ഒരു നാശവുമില്ല എന്നാണ് പറയുന്നത്. അതിനെ നശിപ്പിക്കാൻ ഒരു ആയുധങ്ങൾ കൊണ്ടും സാധിക്കുകയില്ല എന്നും പറയുന്നു. എന്നെ കശ്ചിത് കർത്തും അർഹതി, അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ 17ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇന്ന് 18ാമത്തെ ശ്ലോകം വായിക്കാം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത ഭഗവാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. 18ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ.
യെസ്, ആരാണ് വായിക്കുന്നത്? കൃഷ്ണ, ഞാൻ വായിക്കട്ടെ പ്രഭുജി. സീതാലക്ഷ്മി മാതാജി വായിച്ചു. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്തവന്തൈമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദുത്യുത്സഹാരത. വിവർത്തനം ഭാരതം ശ്രീ പ്രഭാത്. ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ. അതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക. ഭാവാർത്ഥം: ഭൗതിക ദേഹത്തിന് നാശം സ്വാഭാവികമത്രേ. അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം. 100 കൊല്ലങ്ങൾക്ക് ശേഷമാകാം. സമയത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. എന്നത്തേക്കും അതിനെ നിലനിർത്തുക എന്നത് സാധ്യമല്ല തന്നെ. പക്ഷേ ജീവാത്മാവിനെ ശത്രുക്കൾക്ക് കൊല്ലാനാവില്ലെന്ന് മാത്രമല്ല, അണുത്വം കൊണ്ട് കാണാൻ തന്നെ കഴിയുകയുമില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ച പോലെ ആർക്കും അളക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അത് അത്രയും ചെറുതാണ്. അപ്പോൾ ജീവാത്മാവിനെ ഹിംസിക്കാനോ ദേഹത്തെ എത്ര കാലം വേണമെങ്കിലും നിലനിർത്തി പോരാനോ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് വിലാപം കൊണ്ട് ഫലമില്ല. ഭഗവത് അംശവും അണുമാത്രനുമായ ജീവാത്മാവിന് തന്റെ കർമ്മം അനുസരിച്ചാണ് ഭൗതിക ശരീരം ലഭിക്കുന്നത്. അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന കർമ്മങ്ങൾ നിറവേറ്റിയേ മതിയാവും. പരമജ്യോതിസിന്റെ വിഭിന്ന അംശമാകയാൽ ജീവാത്മാവിനെ വേദാന്ത സൂത്രത്തിൽ ജ്യോതിസായി വർണ്ണിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് ഭൗതിക ദേഹത്തെയും പുലർത്തിപ്പോരുന്നു. ജീവാത്മാവ് വിട്ടുപോയാൽ ഉടനെ ശരീരം ജീർണിക്കുകയായി. അതുകൊണ്ട് അതിനെ നിലനിർത്തിപ്പോരുന്നത് ജീവാത്മാവാണ്. ഈ ഭൗതിക ശരീരത്തിന് പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. ഭൗതിക ശരീര പരിഗണനകൾക്കായി മതാചാരങ്ങൾ ഉപേക്ഷിക്കാതെ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സീതാലക്ഷ്മി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ എടുത്തു പറയുന്നു, അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹ, ശരീരത്തിന്റെ നാശം ഉറപ്പാണ് എന്നാണ് പറയുന്നത്. ശരീരം നശിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്തവന്ത ഇമേ ദേഹ, ശരീരത്തിന് എന്തായാലും എന്തുണ്ട്? നാശമുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായാലും ആ ശരീരത്തിന് നാശമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരിക്കലും നിലനിർത്താൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അന്തബന്ധ ഇമേ ദേഹ, ശരീരത്തിൽ താൽക്കാലികമായിട്ടാണ് ജീവൻ ഇരിക്കുന്നത്. ഏതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പല വണ്ടികളും മാറി മാറി കയറാറുണ്ട് അല്ലെ? നമ്മൾ കയറിയ വണ്ടിയിൽ തന്നെ നമ്മൾ എല്ലാ കാലത്തേക്കും ഇരിക്കുന്നില്ല. നമ്മൾക്ക് എവിടെയാണോ ഇറങ്ങാൻ സ്ഥലമാകുന്നത്, സമയമാകുന്നത്, ആ സമയത്ത് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. അതേപോലെ തന്നെയാണ് ജീവാത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കൊണ്ട് നമ്മൾക്കൊന്നും സംഭവിക്കുന്നില്ല അല്ലെ? നമ്മൾ വേണമെങ്കിൽ വേറൊരു വണ്ടിയിൽ കയറും. അതേപോലെ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് ജീവാത്മാവ് ഒരു പ്രത്യേക ശരീരത്തിൽ ഇരിക്കുന്നത് എന്നത്. ഇനി ആ ജീവാത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ശരീരം നിലനിൽക്കുന്നത് എന്ന് പറയും. ശരീരം നേരത്തെ തന്നെ ജഡമാണ് എന്നാണ് പറയുന്നത്. ജഡവസ്തുക്കളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെയുള്ള ജഡവസ്തുക്കൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. അതിന് ജീവനില്ല. ജലത്തിനോ ഭൂമിക്കോ അഗ്നിക്കോ വായുവിനോ ആകാശത്തിനോ ഒന്നും ജീവനില്ല. ഈ 5 വസ്തുക്കളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നേരത്തെ തന്നെ എന്താണ്? ജഡമാണ്. ശരീരത്തിൽ ആ ജീവൻ ഇരിക്കുന്നത് കൊണ്ട് ശരീരം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ശരീരം ജഡമായിട്ട് ജഡാവസ്ഥയെ വീണ്ടും പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിനേക്കാൾ എത്രയോ പ്രാധാന്യമാണ് ജീവാത്മാവിനുള്ളത്. ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത് തന്നെ എന്ന് പറയും. അന്തവന്ത ഇമേദേഹ നിത്യസ്യോക്ത ശരീരിണ. ശരീരിണ എന്നാണ്
ഭഗവാൻ ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? ഇപ്പൊ ആ ജീവാത്മാവ് ഇരിക്കുന്നത് ശരീരത്തിന്റെ അകത്താണ്. അല്ല, ശരീരത്തിനകത്തിരുന്നു കൊണ്ട് ആ ശരീരത്തിന് ജീവൻ നൽകുന്നു, ആ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്നു. ആ വ്യക്തിയാണ് ശരീരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ജീവാത്മാവ്. ആ ജീവാത്മാവിന്റെ സ്വഭാവം എന്താണ്? അത് നിത്യനാണ് എന്നാണ് പറയുന്നത്. അത് നിത്യനാണ്, അതെല്ലാ കാലത്തേക്കും ഉള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു സന്തോഷ വാർത്തയാണ്. അല്ല, ജീവാത്മാവ് നിത്യനാണ്, എല്ലാ കാലത്തേക്കും ജീവിക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് ആനന്ദകരമായിട്ട് എല്ലാ കാലത്തും ജീവിക്കാം. ഒരിക്കലും മരണത്തിന് പേടിയില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിത്യസ്യോക്ത ശരീരിക. ഉക്ത എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ പറയാൻ കാരണം ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല. ഭഗവാൻ പറയുന്നു, ഇത് ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, എല്ലാ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ വേദങ്ങളിലൊക്കെ ജീവാത്മാവ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. അതാണ് ഉക്ത എന്ന് പറയുന്നത്. നിത്യസ്യോക്ത, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വാക്ക് ഏറ്റവും ഉന്നതമാണെങ്കിലും അൾട്ടിമേറ്റ് ആണെങ്കിലും അതിൽ അന്തിമമാണെങ്കിലും ഭഗവാൻ ഇത് എന്റെ അഭിപ്രായം മാത്രമല്ല എന്നാണ്. വേദങ്ങളുടെ അധികാരം അനുസരിച്ച് ഋഷീശ്വരന്മാർ പറയപ്പെട്ടതനുസരിച്ചും ജീവാത്മാവ് എല്ലാ കാലവും നിലനിൽക്കുന്നതാണ്. നിത്യസ്യോക്ത ശരീരിന അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അനാശിനോ നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിനാശി. അതേപോലെ തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നു അനാശി, അതിന് നാശമില്ല. അപ്പോൾ ഇത് അറിയുന്നത് കൊണ്ട് ഞാൻ ഇല്ലാതായി പോകും, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ ഇല്ലാതായി പോകും എന്നുള്ളതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് നാശമില്ലാത്തതാണ്, അത് ആർക്കും നശിപ്പിക്കാൻ സാധിക്കാത്തതാണ്. നീ യുദ്ധം ചെയ്തത് കൊണ്ടൊന്നും ജീവാത്മാവ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നാണ് പറയുന്നത്. അനാശിനോ അപ്രമേയസ്യ. ജീവാത്മാവിന്റെ വേറൊരു സ്വഭാവം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്, അപ്രമേയസ്യ. അപ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാൻ സാധിക്കാത്തത് എന്നാണ്. അതിന്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ ജീവാത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. അപ്രമേയമാണ്. ജീവാത്മാവിന്റെ മറ്റൊരു സ്വഭാവമാണ് അപ്രമേയത്വം, അതിനെ കാണാൻ സാധിക്കുകയില്ല. രണ്ട് സ്വഭാവം ഭഗവാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ജീവാത്മാവ് നിത്യനാണ്. മറ്റത്, ജീവാത്മാവ് അപ്രമേയനാണ്, അളക്കാൻ സാധിക്കാത്തതാണ്. ശരീരമാണെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് നശിക്കുന്നതാണ്. അത് നേരത്തെ ഫിക്സഡ് ആണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്. പൂർവകർമ്മത്തിനനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ അടുത്ത ശരീരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് 3-ാമത്തെ സ്കന്ധത്തിൽ കപിലോപദേശത്തിൽ കപില മഹർഷി പറയുന്നുണ്ട് അതിന്റെ അടുത്ത ശരീരം എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപത്തയെ. ഇപ്പോൾ നമ്മൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഒരു ശരീരമാണ് നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഏത് സ്വഭാവം, ഏത് ബോധത്തിലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്, അതേ ബോധത്തിലുള്ള ഒരു ശരീരം നമ്മൾക്ക് കിട്ടും. കർമ്മണ ദൈവനേത്രേണ ജന്തുർ ദേഹോപപത്തയെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശരീരം കിട്ടുന്ന സമയത്ത് തന്നെ അതിന്റെ ആയുസ്സൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു ജീവാത്മാവിനും അതിൽ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്, ആയുസ്സിന്റെ കാര്യത്തിൽ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. അല്ലെ, ഒന്നുകിൽ നമ്മൾക്ക് കിട്ടിയ ആയുസ് മുഴുവൻ നമ്മൾക്ക് ജീവിക്കാം, നമ്മള് നല്ല രീതിയിൽ ആ ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളൊക്കെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആയുസ് മുഴുവൻ ജീവിക്കാം. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗി ഭവതി ദുഃഖഃ. ഒരു വ്യക്തിക്ക് കിട്ടിയ ആയുസ് മുഴുവൻ ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് യുക്താഹാരം, യുക്തമായിട്ടുള്ള ആഹാരം, യുക്തമായിട്ടുള്ള ഉറക്കം, യുക്തചേഷ്ട, അനാവശ്യമായിട്ടുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാതിരിക്കുക, ഇങ്ങനെ
ആരോഗ്യകരമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതിന് ആയുസ് മുഴുവൻ ആരോഗ്യത്തോട് കൂടി ജീവിക്കാം. ഇനി അതല്ല, ആ ശരീരത്തിനെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ, ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അത്രയും ആയുസ് തന്നെ ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിന്റെ മുന്നേ മരിച്ചു പോകാം. അദ്ദേഹത്തിന് കൂടുതൽ ആയുസ്സുണ്ട്, പക്ഷെ ആ ജീവാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട്, നശീകരണ പ്രവർത്തനം കൊണ്ട്, തമോഗുണത്തിലുള്ള പ്രവർത്തനം കൊണ്ട് ഉള്ള ആയുസ് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും വരാം. നേരത്തെ മരിച്ചു പോകും, അകാല മൃത്യു സംഭവിക്കാം. ഇനി വേണമെങ്കിൽ കുറച്ചൊക്കെ ആയുസ് കൂട്ടാനും സാധിക്കും. ചില ആളുകൾക്ക്, യോഗികൾക്കൊക്കെ ആയുസ് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. അവരുടെ തപശക്തി കൊണ്ട്, യോഗശക്തി കൊണ്ട് ഒക്കെ അവരുടെ പുണ്യം കൊണ്ട്, പുണ്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യോഗശക്തി തപശക്തി ഒക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രാണായാമം ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ അഷ്ടാംഗ യോഗം ഉപയോഗിച്ച് അവർക്ക് പ്രാണനെ നിയന്ത്രിച്ചുകൊണ്ട് ആയുസ്സിനെ കുറച്ച് നീട്ടാൻ സാധിക്കും, കുറച്ചൊക്കെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ചെറിയൊരു സ്വാതന്ത്ര്യം ആ ജീവാത്മാവിനുമുണ്ട്. അല്ലെ, നമ്മൾ നേരത്തെ ആയുസ് ഫിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, എപ്പോൾ മരിക്കുന്നതും അങ്ങനെ തന്നെയാണോ? എപ്പോൾ മരിക്കുന്നതും അങ്ങനെ, ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണോ? ചില ആളുകൾ പറയും, ആത്മഹത്യ ചെയ്തതും ഫിക്സ് ആണോ? നേരത്തെ തീരുമാനിച്ചതാണോ? ആത്മഹത്യ ചെയ്യുന്നത് നേരത്തെ തീരുമാനിച്ചതല്ല, അത് ജീവാത്മാവാണ് തീരുമാനിക്കുന്നത്, അല്ല ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള തീരുമാനമെടുക്കുന്നത് ദുരുപയോഗമാണ്. ആ കിട്ടിയ ശരീരത്തിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതല്ല, അത് ആ വ്യക്തി തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കിട്ടുന്നത്, അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുന്നത്. അത് അദ്ദേഹത്തിന്റെ തീരുമാനമായതുകൊണ്ടാണ്. അങ്ങനെ കിട്ടിയ ആയുസ് വേണമെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ആളുകള്. അതല്ലെങ്കിൽ കുറച്ചൊക്കെ നീട്ടിക്കൊണ്ടുവേണമെങ്കിൽ നമ്മൾക്ക് ആ യോഗശക്തി കൊണ്ടൊക്കെ യോഗികളൊക്കെ ആയുസ് നീട്ടിക്കൊണ്ടു പോകാറുണ്ട്. അല്ലെ, ഭീഷ്മദേവനൊക്കെ സ്വച്ഛന്ത മൃത്യു, അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുഗ്രഹം കൊണ്ട് സ്വച്ഛന്ത മൃത്യുവായിരുന്നു. എപ്പോഴാണോ മരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രം മരിച്ചാൽ മതി. അങ്ങനെയൊക്കെയുള്ള സിദ്ധികളും ഉണ്ടായിരുന്നു. കലിയുഗത്തിൽ അങ്ങനെയുള്ള സിദ്ധികളൊക്കെ വളരെ കുറവാണ്. കലിയുഗത്തിലുള്ള ആയുസ് പോലും ആളുകൾ ജീവിക്കുന്നില്ല. പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനം മന്ദാ സമന്തപദയോ മന്ദഭാഗ്യാദി ഉപദ്രുത എന്ന ഭാഗവതത്തിൽ പറയും. പൊതുവെ ആയുസ് കുറവാണ് കലിയുഗത്തിൽ. കാരണം അവർ കിട്ടിയ ആയുസ് പോലും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല. അവരുടെ ആഹാരശീലം കൊണ്ടും അനാവശ്യമായിട്ടുള്ള ദുശീലങ്ങൾ കൊണ്ടും ആ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും ഉള്ള ആയുസ് പോലും അവർക്ക് പൂർണ്ണമായിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇവിടെ പറയുന്നത്, ഭഗവാൻ പറയുന്നത്, നമ്മൾ കൂടുതൽ ജീവിച്ചാലും കുറച്ച് ജീവിച്ചാലും ഒക്കെ ഒരു സമയത്ത് ഈ ശരീരം ഇല്ലാതാകും എന്ന് തന്നെയാണ്. അന്തവന്ത ഇമേ ദേഹം. കുറച്ച് ആയുസ് കൂട്ടിയാലും ഒരു സമയത്ത് ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ നിത്യസൂക്ത ശരീരിണ, ആത്മാവാണെങ്കിൽ ഒരിക്കലും നശിക്കുന്നുമില്ല. അപ്പോൾ ശരീരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ശരീരത്തിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ജീവാത്മാവിനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം അതാണ് എല്ലാ കാലവും നിലനിൽക്കുന്നത്, എല്ലാ കാലത്തേക്കുമായിട്ട് നിലനിൽക്കുന്നത്, ഒരിക്കലും നശിക്കാത്തത് ആരാണ്? ആ ജീവനാണ്. ശരീരത്തിന് ജീവൻ കൊടുക്കുന്നത് പോലും ജീവനാണ്. ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ തന്നെ ആ ശരീരം നശിച്ചു പോകാൻ തുടങ്ങും. പിന്നെ വേറെന്തെങ്കിലും നമ്മൾക്ക് ഇൻജക്ട് ചെയ്തിട്ട് ആ ശരീരത്തിനെ ജീവിപ്പിക്കാൻ കഴിയില്ല. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ശരീരം നശിച്ചു പോകും. അപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തിനാണ്? ആ ജീവാത്മാവിനാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, അനാശിനോ അപ്രമേയസ്യ തസ്മാൻ യുദ്ധസ്വ ഭാരത. ഭഗവാൻ ആ ജീവാത്മാവിന്റെ കർമ്മത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോഴുള്ള കർമ്മമാണ് അടുത്ത ശരീരത്തിന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ മുക്തി കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കർമ്മമാണ്. അതുകൊണ്ട് ഭഗവാൻ ആ കർമ്മം ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. തസ്മാൻ യുദ്ധസ്വ ഭാരത. അർജുനൻ ക്ഷത്രിയനായതുകൊണ്ട് അർജുനനോട് യുദ്ധം ചെയ്യാൻ തന്നെ പറഞ്ഞു. നിന്റെ ധർമ്മം, ധർമ്യാദി യുദ്ധ്യാശ്രയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയനെ യുദ്ധം ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു ധർമ്മവുമില്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ശരീരത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല.
നമ്മള് കർമ്മമാണ് ചെയ്യേണ്ടത്, ഭഗവത് അർപ്പണമായിട്ട് കർമ്മം ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഈ ഒരു ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾക്ക് യഥാർത്ഥ ജ്ഞാനമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തോ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തോ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. നമുക്ക് 19ാമത്തെ ശ്ലോകം കൂടി വായിക്കാം. എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. ശ്ലോകം വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കട്ടെ? പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. സരസ്വതി വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. യേനം വേത്തി ഹന്താരം യച്ഛൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ ന്യായം ഹന്തി ന ഹന്യതേ. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ഭാവാർത്ഥം: ജീവനുള്ള ശരീരത്തിൽ മാരക ആയുധങ്ങൾ ഏറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല. ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആത്മീയ ഘടന കൊണ്ട് തന്നെ ജീവാത്മാവ് അവ്യക്തനാണ്. കൊന്നതോ കൊന്നതായി കരുതുന്നതോ ശരീരം മാത്രമാണ്. ശാരീരിക ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇതുകൊണ്ട് ചെയ്യുന്നത്. മാം ഹിംസ്യാത് സർവഭൂതാനി, ഒന്നിനെയും ഹിംസിക്കരുത് എന്നത്രേ വേദോക്തി. ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ ജന്തുഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആധികാരികമല്ലാത്ത നിലയിൽ ഏത് ജീവിയെ ഹിംസിക്കുന്നതും നികൃഷ്ടമാണ്. ഭഗവത് നീതി അനുസരിച്ചും രാഷ്ട്രീയ നീതി അനുസരിച്ചും ശിക്ഷാർഹമാണത്. എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപരിച്ചിരിക്കുന്നത്, തന്നിഷ്ടപ്രകാരമല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സരസ്വതി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഉഭൗ തൗ, രണ്ടുപേർക്കും, ഉഭൗ തൗ, ആ രണ്ടുപേർക്കും വിജാനീതോ ന വിജാനീതോ എന്നാണ് പറയുന്നത്. അവർക്ക് അറിവില്ല എന്നാണ് പറയുന്നത്. ആ രണ്ടു കൂട്ടർക്കും ഉഭൗ തൗ ന വിജാനീതോ, ആ രണ്ടു കൂട്ടർക്കും യഥാർത്ഥ അറിവില്ല എന്നാണ് പറയുന്നത്. ആരാണ് രണ്ടു കൂട്ടര്? യ ഏനം വേത്തി ഹന്താരം, അതിനെ കൊല്ലാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ആള്, അതും അതിനെ കൊല്ലാൻ സാധിക്കും, ആ ജീവാത്മാവിനെ കൊല്ലാൻ സാധിക്കും, ഞാൻ അവനെ കൊല്ലും എന്ന് വിചാരിക്കുന്നവൻ എന്റെ ആസുരികമായിട്ടുള്ള സ്വഭാവമാണ്. അസൗമയ ഹതശത്രു ഹനിഷ്യ ചാമ്പരാനബി, അവൻ എന്റെ ശത്രുവാണ്, ഞാൻ അവനെ കൊല്ലും. അസുരികമായിട്ടുള്ള മെന്റാലിറ്റിയിൽ വിചാരിക്കുന്നതാണ്, ഞാൻ അവനെ കൊല്ലും. അപ്പോൾ യഥാർത്ഥത്തിൽ ആരെയും കൊല്ലാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു വ്യക്തിയെ കൊല്ലും എന്ന് വിചാരിക്കുന്നവൻ മായയിലാണ്, അവൻ ആരെയും കൊല്ലാൻ സാധിക്കുന്നില്ല, അവന് യഥാർത്ഥത്തിൽ ആരെയും കൊല്ലാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഏനം വേത്തി ഹന്താരം, മായ കൊണ്ടാണ് അവന് കൊല്ലാൻ സാധിക്കുമെന്ന് വിചാരിക്കും. യേനം മന്യതേ ഹതം, അവൻ കൊല്ലപ്പെട്ടു, അവൻ മരിച്ചു എന്ന് വിചാരിക്കുന്നവനും യഥാർത്ഥ ജ്ഞാനമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം, ഞാൻ അവനെ കൊല്ലുമെന്ന് വിചാരിക്കുന്നവനും അവൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുന്നവനും യഥാർത്ഥ ജ്ഞാനമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? നായം ഹന്തി നഹന്യതേ, ജീവാത്മാവിനെ കൊല്ലാനോ ജീവാത്മാവ് ആരെങ്കിലും കൊല്ലുകയോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ജീവാത്മാവിനെ ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല. എന്തിനെയാണ് കൊല്ലുന്നത്? ശരീരത്തിനെയാണ് കൊല്ലുന്നത്. ഒരാൾ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെയാണ് കൊല്ലുന്നത്? ശരീരത്തിനെയാണ് കൊല്ലുന്നത്. എന്താണ് മരിക്കുന്നത്?
ശരീരമാണ് മരിക്കുന്നത്. ജീവൻ, അതിലുള്ള ജീവനെ ആർക്കും കൊല്ലാൻ സാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരാളെ കൊന്നു, നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് കൊല്ലപ്പെട്ടത്? ശരീരമാണ് കൊല്ലപ്പെട്ടത്. ആ ജീവൻ ഒരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നായം ഹന്തി ന ഹന്യതേ, അത് കൊല്ലുന്നുമില്ല, കൊല്ലപ്പെടുന്നുമില്ല എന്നാണ് പറയുന്നത്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എന്താണ് കൊല്ലപ്പെടുന്നത്? ശരീരമാണ് കൊല്ലപ്പെടുന്നത്. ആ ജീവൻ അങ്ങനെ തന്നെ ഉണ്ടാവും. ജീവൻ അടുത്ത ശരീരത്തിലേക്ക് പോകും, അല്ലെ? ഇനി ആത്മാവ് കൊല്ലുന്നുമില്ല എന്നാണ് പറയുന്നത്. ആത്മാവ് കൊല്ലുന്നുമില്ല. എന്താണ് കൊല്ലുന്നത്? ഒരു ശരീരമാണ് മറ്റൊരു ശരീരത്തിനെ കൊല്ലുന്നത്, അല്ല, ഒരു ശരീരമാണ് മറ്റൊരു ശരീരത്തിനെ കൊല്ലുന്നത്. ആത്മാവിന്റെ സ്വഭാവം കൊല്ലുക എന്നുള്ളതല്ല. ആത്മാവ് ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. അല്ല, ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? സച്ചിദാനന്ദമാണ്. കൊല്ലുക എന്നുള്ളത് ആത്മാവിന്റെ സ്വഭാവമല്ല. അത് ഈ ഭൗതിക ശരീരത്തിന്റെ സ്വഭാവമാണ് കൊല്ലുക എന്നത്. ആത്മാവിന്റെ സ്വഭാവം എന്താണ്? സച്ചിദാനന്ദമാണ്. അത് ഭഗവാന്റെ സേവനത്തിലാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ശുദ്ധമായിട്ടുള്ള ആത്മാവ് എന്താണ് ചെയ്യുന്നത്? അത് ഭഗവാന്റെ സേവനമാണ് ചെയ്യുന്നത്. ആത്മീയ ലോകത്തിൽ എല്ലാവരും അവിടെ ആത്മീയ ലോകത്തിൽ കൊല്ലുകയും കൊല്ലപ്പെടുകയും ഒന്നുമില്ല. ആത്മീയ ലോകത്തിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. മരണം, കൊലപാതകം, ഒരാളെ കൊല്ലാൻ വിചാരിക്കുന്നു, അങ്ങനെയുള്ള കാര്യമൊന്നും ആത്മീയ ലോകത്തിൽ ഇല്ല. അവിടെ എന്താണുള്ളത്? അവിടെ സച്ചിദാനന്ദമാണ്. അവിടെ ആരും മരിക്കുന്നില്ല, അവിടെ ആരെ കൊല്ലുന്നുമില്ല. അവരുടെ ആത്മീയ ശരീരം നിത്യമാണ്. ഈ ഭൗതിക ശരീരത്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. കൊല്ലുക, കൊല്ലപ്പെടുക എന്നൊക്കെ ഉള്ളത് ഈ ഭൗതിക ശരീരത്തിന് മാത്രമാണുള്ളത് എന്ന് പറയും. ആത്മാവിന് ഈ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ആത്മാവ് സച്ചിദാനന്ദമാണ്. അതിന്റെ സ്വഭാവം കൊല്ലുക എന്നുള്ളതല്ല ഭഗവാൻ പറയുന്നു. നായം ഹന്തി, അതിന് കൊല്ലുക എന്നുള്ള സ്വഭാവമേ ഇല്ല. അതുകൊണ്ട് ആത്മീയ ലോകത്തിൽ ഇങ്ങനെ കൊല്ലുക എന്നുള്ള സ്വഭാവം ഒന്നുമില്ല. ഭൗതിക ലോകത്തിൽ, ഭൗതിക പ്രകൃതിയിൽ, ത്രിഗുണങ്ങളിൽ പെടുന്ന സമയത്താണ് ഈ കൊല്ലുക എന്നുള്ള ചിന്താഗതിയൊക്കെ വരുന്നത്. ആത്മീയ ലോകത്തിൽ ഇങ്ങനെയുള്ള ആ ചിന്താഗതിയേ ഇല്ല. അവരെല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. മറ്റൊരു കാര്യം കൂടി ശ്രീല പ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ഒരിക്കലും കൊല്ലപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം, അല്ലേ? ആത്മാവ് കൊല്ലപ്പെടുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷയുണ്ട്. കാരണം എന്താണ്? ഒരു ജീവന്റെ ശരീരത്തിനെ നശിപ്പിച്ചാലുള്ള ശിക്ഷയാണ്. ശരീരത്തിനെ നശിപ്പിച്ചാലും ശിക്ഷയുണ്ട്, അല്ലെ? കാരണം എന്താണ്? ഓരോ ജീവനും ആ ശരീരത്തിനോട് വലിയ ആഗ്രഹമുണ്ട്. ശരീരം നശിക്കുന്നത് ഒരിക്കലും ആ ജീവന് സഹിക്കാൻ സാധിക്കില്ല. ഒരു ജീവാത്മാവിനും ആ വ്യക്തിയുടെ ആ ജീവാത്മാവ് ഇരിക്കുന്ന ശരീരം നശിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. കാരണം ആ ശരീരത്തിനോട് അത്രയും അറ്റാച്ച്മെന്റ്, അത്രത്തോളം ആസക്തിയുണ്ട് ആ ജീവാത്മാവ്. അതുകൊണ്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നത് ആത്മാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവ് നശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം നശിപ്പിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. കൊലപാതകം നടത്തിയതിന്റെ ശിക്ഷയുണ്ടാവും. ശരീരമാണ് നശിക്കുന്നതെങ്കിൽ പോലും അതിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് വേദത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാഹിംസ സർവഭൂതാനി. മാഹിംസ, ഒരു ജീവാത്മാവിനെയും ഒരു ശരീരത്തെയും നശിപ്പിക്കരുത് എന്നാണ്. നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കിട്ടും. ചില ആളുകൾ, ചില മതത്തിലുള്ള ആളുകൾ, അവര് പറയുന്നത് മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ, വേറെ ജീവികൾക്കൊന്നും, പട്ടി, പൂച്ച, പന്നി ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും അല്ലെങ്കിൽ ശരീരത്തിനൊന്നും ആത്മാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അതിനെ കൊല്ലുന്നത്. അതിനെ കൊന്നു തിന്നാനും യാതൊരു തെറ്റുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ശരീരത്തിലും ആത്മാവുണ്ട്, അല്ലെ? ഈശ്വര സർവഭൂതാനം ഹൃദയശേ അർജുന തിഷ്ഠതി. ആ ജീവാത്മാവും പരമാത്മാവും എല്ലാ ശരീരത്തിലും ഇരിക്കുന്നുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവഭൂതാനാം എന്നാണ് പറയുന്നത്. എല്ലാ ശരീരത്തിലും ആത്മാവുണ്ട്. പട്ടി, പൂച്ച, അതേപോലെ
മത്സ്യങ്ങൾ, വെള്ളത്തിലുള്ള ജീവികള്, കരയിലുള്ള ജീവികള്, സൂക്ഷ്മ ജീവികള്, അതേപോലെ വൃക്ഷങ്ങള്, ഇതിനൊക്കെ ആത്മാവുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരേപോലെ ആയിരിക്കും. എല്ലാ ശരീരത്തിലുള്ള ജീവാത്മാക്കൾ ചെയ്യുന്നതും ഒരേ കാര്യങ്ങളാണ്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. എല്ലാ ശരീരത്തിലുള്ള ജീവികളും എന്ത് കഴിക്കുന്നുണ്ട്? ആഹാരം കഴിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ആഹാരം കഴിക്കും. ആഹാരം, നിദ്ര, എല്ലാം കിടന്നുറങ്ങും. കിടന്നിട്ടല്ലെങ്കിലും ചിലപ്പോൾ നിന്നിട്ട് ഉറങ്ങും. കിടക്കാൻ പറ്റാത്തത് സസ്യങ്ങൾ പോലും ഉറങ്ങുന്നുണ്ട് അല്ലെ? സന്ധ്യയാകുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇലയൊക്കെ കൂപ്പി അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും, നിശബ്ദമായിട്ടിരിക്കും. അപ്പം വൃക്ഷങ്ങൾ പോലും ഉറങ്ങുന്നുണ്ട്. ആഹാരം, നിദ്ര, ഭയം, എല്ലാവർക്കും ഭയമുണ്ട്. വൃക്ഷങ്ങൾക്ക് പോലും ഭയമുണ്ട് അല്ലെ? വൃക്ഷങ്ങളുടെ അടുത്തേക്ക് ഏതെങ്കിലും ജീവികൾ വരുന്ന സമയത്ത് അതിന്റെ ഇലയൊക്കെ വാടുന്നത് കാണാം. അതിന്റെ ഉള്ളില് രാസവസ്തുക്കൾ ഒക്കെ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയമുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും ഭയമുണ്ട്. മൈഥുനവും ഉണ്ട്. സ്ത്രീ പുരുഷ ബന്ധം, ഇതെല്ലാ ജീവജാലങ്ങളും ഉള്ളതാണ്. അപ്പോൾ മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. മനുഷ്യൻ ചെയ്യുന്ന കാര്യം എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലുള്ളത് പോലെ എല്ലാ ശരീരത്തിലും ജീവാത്മാക്കളുണ്ട്. അതുകൊണ്ട് ഒരു ജീവാത്മാക്കളെയും അവരുടെ ശരീരത്തിനെയും നശിപ്പിക്കുന്നത് വേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളതല്ല. അല്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്, അതിന് പാപമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, നിനക്ക് യുദ്ധം ചെയ്യാം, ധർമ്മത്തിന് വേണ്ടി ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുദ്ധം ചെയ്യാം. ധർമ്മത്തിന് വേണ്ടിയാണ് നീ ചെയ്യുന്നത്. ക്ഷത്രിയന്റെ കർമ്മമാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞത്. ആ കർമ്മത്തിൽ നിന്ന് നീ പിന്തിരിയരുത്. ശരീരം, ജീവാത്മാവ് ഇല്ലാതായിപ്പോ ഞാൻ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ആ ധർമ്മത്തിൽ നിന്ന് നീ പിന്തിരിയരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. യെസ്. അപ്പോൾ ഈ രണ്ട് ശ്ലോകത്തിൽ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 20ാമത്തെ ശ്ലോകം. ന ജായതേ പ്രിയതേ വാ കദാചിൻ നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ അന്യമാനേ ശരീരേ. 20ാമത്തെ ശ്ലോകത്തിൽ ഒരു ശരീരത്തിൽ ജീവന് നടക്കുന്ന മാറ്റങ്ങളും ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളും തമ്മിൽ വ്യത്യാസം പറയുന്നുണ്ട്. എന്താന്ന് നോക്കാം. 20ാമത്തെ ശ്ലോകം വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന്റെ ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഉഷാ മാധവജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ന ജായതേ മ്രിയതേ വാ കദാചി നായം ഭൂത്വാ ഭവിതാവാന ഭൂയാം അജോ നിത്യശാശ്വതോഹയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. വിവർത്തനം. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നുമില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. ഭാവാർത്ഥം. പരമപുരുഷന്റെ സൂക്ഷ്മാണുപ്രായങ്ങളായ ആത്മാക്കൾ ഗുണങ്ങളിൽ പരമാത്മാവിനെ പോലെയാണ്. ശരീരത്തിനെന്ന പോലെ അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ആത്മാവ് കൂടസ്ഥൻ അല്ലെങ്കിൽ സ്ഥിരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 6 വിധം മാറ്റങ്ങൾക്ക് അധീനമാണ് ശരീരം. അത് അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുന്നു. കുറച്ചു ദിവസങ്ങൾ അവിടെ കഴിച്ചു കൂട്ടിയ ശേഷം ഭൂമിയിൽ ജനിക്കുന്നു, വളരുന്നു, ചിലതെല്ലാം ചെയ്യുന്നു, ക്ഷയിക്കുന്നു, കാലയവനികൾക്കുള്ളിൽ മറയുന്നു. ആത്മാവാകട്ടെ ഇത്തരം മാറ്റങ്ങൾക്ക് വിധേയനല്ല, ജനിക്കുന്നതുമില്ല,
ആത്മാവ് ഒരു ശരീരം കൈക്കൊള്ളുന്നത് കൊണ്ട് ആ ശരീരമാണ് പിറക്കുന്നത്. ഇവിടെ ജനിക്കുന്നതും മരിക്കുന്നതും ആത്മാവല്ല. ജനനമുള്ളത് എന്തിനും മരണമുണ്ട്. ആത്മാവിന് ജനനമില്ലാത്തതിനാൽ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലഭേദങ്ങളുമില്ല. ശാശ്വതനും ആദിമനുമാണ് ആത്മാവ്. അതിന്റെ ഉൽപ്പത്തി എന്താണെന്ന് ചരിത്രത്തിന് അറിഞ്ഞുകൂടാ. ദേഹാവബോധത്താൽ ആത്മാവിന്റെ ജനനാദികളെ കുറിച്ച് നാം അന്വേഷിക്കുന്നു. ശരീരത്തിന് എന്ന പോലെ ആത്മാവിനെ ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാറില്ല. അതുകൊണ്ട് കിഴവനെന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല. ഏതെങ്കിലും ഭൗതിക വസ്തുവിനെ പോലെയോ ഒരു പടുമരത്തെ പോലെയോ ആത്മാവ് ക്ഷയിക്കുന്നില്ല. ആത്മാവിന് ഉപോൽപ്പന്നങ്ങളുമില്ല. ശരീരത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ സന്താനങ്ങളും വെവ്വേറെ ആത്മാക്കളത്രേ. ശാരീരിക ബന്ധം കൊണ്ട് അവർ ഒരു പ്രത്യേക വ്യക്തിയുടെ മക്കൾ എന്ന് അറിയപ്പെടുന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം വളരുന്നതെങ്കിലും ആത്മാവിന് ഉപോൽപ്പന്നങ്ങളില്ല, മാറ്റവുമില്ല. അതുകൊണ്ട് 6 ശാരീരിക പരിണാമങ്ങളിൽ നിന്ന് മുക്തനാണത്. കഠോപനിഷത്തിൽ 1:2-18 പറഞ്ഞിരിക്കുന്നു: ന ജായതേ മ്രിയതേ വാ വിപശ്ചിന്നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ പദ്യത്തിന്റെ പൊരുളും വ്യാഖ്യാനവും ഭഗവത്ഗീതയിലെ ശ്ലോകത്തിലുള്ളതുപോലെ തന്നെ വിപശ്ചിത്, അറിവുള്ളയാൾ എന്ന പദം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ. വിജ്ഞാനമയനാണ് ആത്മാവ്, സദാ ബോധമുള്ളവനാണ്. അതുകൊണ്ട് അവബോധം ആത്മാവിന്റെ ലക്ഷണമാണ്. ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഒരാൾക്ക് കണ്ടെത്താനാവില്ലെങ്കിലും അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെയുണ്ടെന്ന് മനസ്സിലാക്കാം. ആകാശത്തിൽ സൂര്യൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ മേഘങ്ങളുടെ മൂടൽ കൊണ്ടോ മറ്റോ കണ്ടില്ലെന്ന് വരാം. എങ്കിലും സൂര്യപ്രകാശം എപ്പോഴും ഉള്ളതുകൊണ്ട് പകൽ സമയമാണെന്ന് നാം അറിയുന്നു. പുലരുന്നതിനു മുൻപ് ആകാശത്തിൽ തെല്ലൊരു വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുകയാണെന്ന് നമുക്കറിയാം. എല്ലാ ശരീരത്തിലും മനുഷ്യന്റേതാകട്ടെ മൃഗത്തിൻ്റെതാകട്ടെ അവയിലൊക്കെയും ബോധമുള്ളത് കൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ജീവാത്മാവിന്റെ ഈ ബോധം സർവോത്തമാവബോധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂതവർത്തമാന ഭാവികളെ സംബന്ധിച്ച് സർവവിജ്ഞാനവും ഉൾക്കൊള്ളുന്നതത്രേ ഈ സർവോത്തമാവബോധം. ഓരോ ജീവാത്മാവിന്റെയും അവബോധം മറവിക്ക് വിധേയമാണ്. അങ്ങനെ തന്റെ മൂലസ്വരൂപം മറന്നു പോകുമ്പോൾ കൃഷ്ണൻ നൽകുന്ന സമുത്കൃഷ്ട പാഠങ്ങളിലൂടെ ആത്മാവ് ഉത്ബുദ്ധനാകുന്നു. മറവിയുള്ള ആത്മാവിനെ പോലെയല്ല ശ്രീകൃഷ്ണൻ. അങ്ങനെയാകിൽ ഭഗവാന്റെ ഗീതോപദേശം വ്യർത്ഥമാകുമായിരുന്നു. ആത്മാക്കൾ 2 വിധമുണ്ട്: അണു ആത്മാവ്, വിഭു ആത്മാവ്. അണുമാത്രനായതും മഹത്തായ വിഭുവായതും. ഇത് കഠോപനിഷത്തിലും 1:2-20 ഊന്നി പറഞ്ഞിട്ടുണ്ട്. അണോരണീയാൻ മഹതോ മഹീയാന നാസ്യ ആത്മാസ്യ ജന്തോ നിഹിതോ ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനം ആത്മനഃ. പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നു. ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ശോകങ്ങളും അകറ്റിക്കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരുണ്യത്താൽ ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. തുടർന്നുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നത് പോലെ പരമാത്മാവിന്റെയും പ്രഭവസ്ഥാനമാണ് കൃഷ്ണൻ. എന്നാൽ അർജുനനാകട്ടെ തന്റെ സ്വാഭാവിക അവസ്ഥ മറന്നുപോയ അണുമാത്രനായ ജീവാത്മാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനാൽ അഥവാ കൃഷ്ണന്റെ വിശ്വാസിനായ ഒരു പ്രതിനിധിയാൽ ആത്മീയ ഗുരു ഉത്ബുദ്ധനാകേണ്ടിയിരിക്കുന്നു. ഹരി കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരി കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാമതി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ന ജായതേ മ്രിയതേ വാ കഥാചിൻ നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ അന്യമാനേ ശരീരേ. ന ജായതേ മ്രിയതേ വാ കഥാചിൻ നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ അന്യമാനേ ശരീരേ. ശരീരത്തിന് ഉണ്ടാകുന്നത് പോലെ ജനനമോ മരണമോ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ജീവന് ഇല്ല എന്നാണ് പറയുന്നത്. ന ജായതേ, ജീവൻ ഒരിക്കലും ജനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ന മ്രിയതേ, ജീവൻ ഒരിക്കലും മരിക്കുന്നില്ല.
നായം ഭൂത്വ ഭവിതാവാന ഭൂയം. ഒരു പ്രാവശ്യം ഉണ്ടായി, പിന്നെ കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതാകുന്നുമില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജനിക്കുന്നുണ്ട്, പ്രായമാകുന്നുണ്ട്, വളരുന്നുണ്ട്, വാർദ്ധക്യം ബാധിക്കുന്നുണ്ട്, അവസാനം മരിക്കുന്നുമുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ പറയുന്നു ഇതൊന്നുമില്ല, ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഭഗവാൻ പറയുന്നത്? ഇതെല്ലാം സംഭവിക്കുന്നത് ശരീരത്തിനാണ്. ശരീരത്തിനാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ശരീരത്തിന് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്തൊക്കെ ജീവാത്മാവിന് ഒരു മാറ്റവും ഇല്ലാതെ അതേപടി ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ്. ഏതവസ്ഥയിലും ചെറിയ കുട്ടിയുടെ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവും യുവാവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവും പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ജീവാത്മാവും ഒരേപോലെ തന്നെയാണ്. അതിനൊരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നായം ഭൂത ഭവിതാവാന ഭൂയ. അതിന് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ മാറ്റങ്ങളും ഇവിടെ ശ്രീല പ്രഭുപാദർ 6 തരം മാറ്റങ്ങളെ കുറിച്ച് പറയുന്നു. ശരീരത്തിന് 6 തരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 വിധം മാറ്റങ്ങൾക്ക് അധീനമാണ് ശരീരം. ആ 6 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്, ശ്രീല പ്രഭുപാദർ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കാര്യം എന്താണ്? ഒരു ശരീരം ഗർഭപാത്രത്തിൽ വളരുന്നു. അതാണ് ശരീരത്തിനുണ്ടാകുന്ന ആദ്യ മാറ്റം. ഗർഭപാത്രത്തിൽ ശരീരം വളരുന്നു. ആ വളരുന്ന ശരീരത്തിലേക്കാണ് ജീവൻ പ്രവേശിക്കുന്നത്, അല്ലെ? പുംസോ രേതകണാശ്രയ. ഭാഗവതത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തയെ സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസ രേതകണാശ്രയ. സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്തേക്ക് രേതകണത്തിലൂടെ ജീവാത്മാവ് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗർഭപാത്രത്തിനകത്തിലുള്ള ഭ്രൂണത്തിനകത്തേക്ക് ജീവാത്മാവ് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രവേശിച്ച ജീവാത്മാവ് ഒരു മാറ്റവും ഇല്ലാതെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്നു. പക്ഷേ ഈ ഒരു ഭ്രൂണത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ ഗർഭപാത്രത്തിലുള്ള ശിശുവിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് വളർന്നു വളർന്നു വരുന്നുണ്ട്. ആദ്യം ചെറിയ ഒരു ബോൾ പോലെ മാത്രം, ഒരു പന്തിന്റെ സൈസേ ഉണ്ടാവുള്ളൂ. ഒരു പന്ത് പോലെ ചെറുതായിരിക്കും. ഭാഗവതത്തിൽ ഓരോ ഘട്ടവും വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു ജീവാത്മാവിന് ഒരു ശരീരത്തിന്റെ വളർച്ച, ഗർഭപാത്രത്തിലുള്ള വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ. ഏത് മാസത്തിലാണ് ആ കുട്ടിക്ക് ശരീരത്തിൽ രോമം ഉണ്ടാവുന്നത്, എപ്പോഴാണ് വായ, മൂക്ക്, കണ്ണ്, നാക്ക് ഇങ്ങനെയുള്ള അവയവങ്ങളൊക്കെ ഉണ്ടാവുന്നത്, എപ്പോഴാണ് നഖം ഉണ്ടാകുന്നത്, എപ്പോഴാണ് അസ്ഥികളൊക്കെ ഉറയ്ക്കുന്നത്, എപ്പോഴാണ് ശിരസ് ഏത് മാസത്തിലാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് 3-ാം സ്കന്ധത്തില് 30-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ആ ശരീരത്തിനാണ് സംഭവിക്കുന്നത്, അല്ലെ? ഇന്നത്തെ കാലത്ത് സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. സ്കാൻ ചെയ്ത് കുട്ടിയുടെ വളർച്ച എത്രയായി, കുട്ടിയുടെ പൊസിഷൻ എന്താണ് എന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ആ വളർച്ച എല്ലാം നമ്മൾ നോക്കുന്നത് ആരുടേതാണ്? ആ ശരീരത്തിൻ്റെതാണ്. അതിനകത്ത് ആ ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ മാറ്റം, ഗർഭപാത്രത്തിൽ വളരുന്നു. രണ്ടാമത്തെ മാറ്റം എന്താണ്? അത് ജനിക്കുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് ഭൂമിയിലേക്ക് ജനിക്കുന്നു. അപ്പോൾ ആരാണ് ജനിക്കുന്നത്? ആ ശരീരമാണ് ജനിക്കുന്നത്. ജീവാത്മാവ് അത് ആ ശരീരത്തിനകത്ത് അതേപടി ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഭൂമിയിലേക്ക് ജനിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ജനനവും ആ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല. ശരീരമാണ് ജനിക്കുന്നത്. ഇനി അത് വളരുന്നു. ആ ശരീരം വളർന്നു വളർന്നു വരും. ജീവാത്മാവ് വളരുന്നില്ല. ജീവാത്മാവ് അങ്ങനെ തന്നെ അതേ സൈസിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ വളർന്ന് കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നു. സന്താനോൽപാദനം നടത്തുന്നു.
ആ കുട്ടികൾ ഉണ്ടായത് ആർക്കാണ്? ആ കുട്ടികൾ ഉണ്ടായത് ആ ശരീരത്തിനാണ് എന്നാണ് പറയുന്നത്. ജീവാത്മാവിന് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകുന്നില്ല. ജീവാത്മാവിന് ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നില്ല. ആ ശരീരത്തിലാണ് പുതിയ കുട്ടികൾ ഉണ്ടാവുന്നത്. ശരീരത്തിന്റെ കുട്ടികളാണ്, ജീവാത്മാവിന്റെ കുട്ടികളല്ല. ജീവാത്മാവിന് കാരണം ജീവാത്മാവ് വിഭജിക്കുന്നില്ല. ജീവാത്മാവിന് ബൈ പ്രോഡക്ട്സ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. എല്ലാം ഭഗവാന്റെ ബൈ പ്രോഡക്ട്സ് ആണ് ജീവാത്മാക്കൾ ഉണ്ടാകുന്നത്. ആ ജീവാത്മാവിന് കുട്ടികളില്ല, ശരീരത്തിലാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന കുട്ടികൾ എല്ലാവരും വേറെ വേറെ ജീവാത്മാക്കളാണ്. ആ ശരീരത്തിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ഈ ജീവാത്മാവിന്റെയും ഭാഗമല്ല. അവർ വേറെ ജീവാത്മാക്കളാണ് എന്നാണ് പറയുന്നത്. പിന്നെ അവസാനം പ്രായമാകുന്നു, അവസാനം ആരോഗ്യമൊക്കെ ക്ഷയിച്ച് മരിച്ചു പോകുന്നു. ആരാ മരിച്ചു പോകുന്നത്? ശരീരമാണ് മരിച്ചു പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ ഈ 6 മാറ്റങ്ങളും ജീവനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ന ജായതേ മ്രിയതേ വാ കദാചിൻ നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഒരിക്കലും ജനിക്കുകയോ വളരുകയോ കുട്ടികളെ ഉണ്ടാക്കുകയോ മരിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല ജീവാത്മാവ് എന്നാണ് പറയുന്നത്. അതൊന്നും ജീവാത്മാവിന്റെ സ്വഭാവമല്ല, ഇതെല്ലാം ശരീരത്തിന്റെ സ്വഭാവങ്ങളാണ്. ഇത് വ്യക്തമായിട്ട് മാറ്റം തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവാത്മാവിനൊരു പേരുണ്ട്, അജൻ എന്ന് പറയും. ജീവാത്മാവ് ജനിക്കാത്തതാണ് അജൻ. അജോ നിത്യ ശാശ്വതോയം പുരാണോ. അത് എത്ര വയസ്സായി? ആ ജീവാത്മാവിന് എത്ര വയസ്സായി? എത്ര കാലമായി ജീവാത്മാവുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വയസ്സ് ചോദിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വയസ്സാണ് പറയുക, അല്ലെ? ജനിച്ചത് മുതലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന്റെ മുന്നേയും ഉണ്ട്, അതിന്റെ മുന്നേയും ജീവാത്മാവുണ്ട്. എത്ര കാലമായിട്ടുണ്ട്? ഇവിടെ ഭഗവാൻ പറയുന്നു പുരാണോ, പുരാതന കാലം മുതലേ ഈ ജീവാത്മാവ്. എന്നാണോ ഭഗവാൻ അത് സൃഷ്ടിച്ചത്, ആ ജീവാത്മാവിനെ സൃഷ്ടിച്ചത്? കാലാതീതമായിട്ട് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് മുന്നേ ജീവാത്മാവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോഴും ആ ജീവാത്മാവ് ഉള്ളതാണ്. എത്ര വയസ്സായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയോ വയസ്സായി, അല്ലെ? കൊടാനുകോടി, നമുക്ക് എണ്ണാൻ സാധിക്കില്ല. കൊടാനുകോടി കാലം പ്രായമായി ഈ ജീവാത്മാവിന്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ജീവാത്മാവിനെ പുരാണോ എന്ന് വിളിച്ചത്. പുരാണം, അതിന്റെ കൃത്യമായിട്ട് കണക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതിനാണ് പുരാണം എന്ന് പറയും. പക്ഷെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും എത്ര വയസ്സായി? 30 വയസ്സായി, അല്ലെങ്കിൽ 38 വയസ്സായി, 40 വയസ്സായി, 42 വയസ്സായി, അല്ലെങ്കിൽ 50 വയസ്സായി. അത് ആരുടെ വയസ്സാണ്? അത് ശരീരത്തിന്റെ വയസ്സാണ്. ശരീരം ജനിച്ചതിന് ശേഷമുള്ള ആ വർഷങ്ങളാണ് നമ്മുടെ വയസ്സായിട്ട് പറയുന്നത്. ജീവാത്മാവിന്റെ വയസ്സ് അത്രയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അജോ നിത്യ ശാശ്വതോയം പുരാണോ. അതെ, എന്നോ ഉണ്ട്, എത്രയോ കാലം മുന്നേ ഉള്ളതാണ്. നഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിച്ചാലും, ഇനി ശരീരത്തിനെ ആരെങ്കിലും നശിപ്പിച്ചാലും, ഹന്യത എന്നാണ് ശരീരം നശിപ്പിക്കുക, ശരീരത്തിനെ കൊല്ലുക. ആരെങ്കിലും ശരീരത്തിനെ കൊന്നാലോ ഇതിനൊന്നും സംഭവിക്കുന്നില്ല, ഈ ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല എന്നെടുത്ത് പറയുന്നു. നഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരത്തിനെ കൊല്ലാൻ കഴിയുള്ളൂ, ജീവാത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല. ഈ കാര്യം കഠോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ശ്ലോകം കഠോപനിഷത്തിൽ ഉണ്ട്. ശീലപ്രഭാകര ആ ശ്ലോകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഠോപനിഷത്തിൽ 1.2.18 നജായതേ മ്രിയദേവാ വിപശ്ചിൻ നായം കുതശ്ചിന്ന ബഭൂവ ഗച്ഛിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. മീനിങ് തന്നെയാണ്, അർത്ഥം ഒരേപോലെ തന്നെയാണ്. ജീവാത്മാവിന് ജന്മമരണങ്ങളില്ല, അത് ഉണ്ടായി നശിച്ചു പോകുന്ന ഒരു കാര്യമല്ല, അതിന് മാറ്റങ്ങളില്ല. അത് അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്, എത്രയോ കാലമായിട്ടുള്ളതാണ്. ഇനി ഒരിക്കലും അത് നശിക്കാനും പോകുന്നില്ല. ഹന്യതേ ഹന്യമാനേ ശരീരം. ശരീരത്തിന് നശിപ്പിച്ചാലും അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആരെയും കൊന്നിട്ട് കാര്യമില്ല എന്നാണ്.
അല്ലെ? ആരോടെങ്കിലും ശത്രുത കൊണ്ട് ഒരാളെ ഞാൻ വധിച്ചു കളയാം, ഞാൻ ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരും എല്ലാ കാലത്തും ഉള്ളതാണ്, ശരീരത്തിനെ മാത്രമേ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ശീലപ്രഭാതരെ വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. ഈ ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നത്, അതിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, അതിന്റെ സ്ഥാനം ശരീരത്തിൽ എവിടെയാണെന്ന് ശീലപ്രഭാതർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. എല്ലാവരുടെയും ഹൃദയത്തിലാണ്, ഹൃദയ അന്തർഭാഗത്തിലാണ് ഈ ജീവാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തിനുള്ളിലാണ് ജീവാത്മാവ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലെ? ആ ഹൃദയത്തിന് പ്രവർത്തിക്കാനുള്ള ശക്തി കൊടുക്കുന്നത് ജീവാത്മാവ് അതിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ ജീവാത്മാവ് അവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഹൃദയത്തിനകത്താണ് ജീവാത്മാവ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ അതിന്റെ ലൊക്കേഷനും പറയുന്നത്. എവിടെയാണ് ജീവാത്മാവിന്റെ സ്ഥാനം? ജീവാത്മാവ് തലയിലോ അല്ലെങ്കിൽ കഴുത്തിലോ മൂക്കിലോ ഒന്നും അല്ല ഇരിക്കുന്നത്. ജീവാത്മാവ് ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഞാൻ എന്ന് പറയുന്ന സമയത്ത് എവിടെയാണ് തൊടുന്നത്? കറക്റ്റായിട്ട് നമ്മൾ ഹൃദയത്തിന്റെ ആ മധ്യഭാഗത്താണ് തൊടുന്നത്. ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ വിരൽ ചൂണ്ടുന്ന സമയത്ത് ഞാൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണ് തൊടുക. അല്ല, ഞാൻ എന്ന് തലയിലൊന്നും നമ്മൾ തൊടാറില്ല. ഇത് ഞാൻ എന്ന് പറയില്ല, അല്ലെങ്കിൽ മൂക്കിൽ തൊട്ടിട്ട് ഞാൻ എന്ന് പറയില്ല. ഞാൻ എന്ന് പറയുമ്പോൾ ആ ഹൃദയ ഭാഗത്ത് തന്നെയാണ് നമ്മൾ തൊടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇരിക്കുന്നത് ഈ ഹൃദയത്തിന്റെ അകത്താണ്. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അത് ഭഗവാൻ വേറൊരു ശ്ലോകങ്ങൾ, ഇനിയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. ശീലപ്രഭാതർ ഇവിടെ പറയുന്നു ഹൃദയത്തിലാണ് ജീവാത്മാവ് ഇരിക്കുന്നത്. രണ്ടു തരം ജീവാത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്. ആത്മാക്കൾ രണ്ടു വിധമുണ്ട്. ആത്മാക്കൾ രണ്ടു വിധമുണ്ട് എന്നാണ് പറയുന്നത്. അണു ആത്മാവും വിഭു ആത്മാവും. അപ്പൊ അതേതൊക്കെയാണ്? ഒന്ന് ജീവാത്മാവാണ്, മറ്റൊന്ന് പരമാത്മാവാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ. ഒന്നിന്റെ സൈസ് വളരെ ചെറുതാണ്, ഒന്നിന് എത്ര വേണമെങ്കിലും വലുതാകാൻ സാധിക്കുന്നതാണ്. അല്ല, ജീവാത്മാവിന്റെ സൈസ് പറഞ്ഞു. കേശാഗ്ര ശതഭാഗസ്യ ശതതോ കൽപ്പിതസ്യ. ഒരു കേശാഗ്രം എടുത്ത് അതിനെ 100ആക്കി വിഭജിച്ച് അതിനെ വീണ്ടും 100ആക്കി വിഭജിച്ചാൽ എത്രയാണോ ഒരു പോയിന്റ് കിട്ടുന്നത്, അത്ര പോയിന്റ് ആ ജീവാത്മാവിന് വലുപ്പമുണ്ട്. പക്ഷെ പരമാത്മാവിന് എത്ര വേണമെങ്കിലും വലുതാകാൻ സാധിക്കും. പരമാത്മാവ് ലോകം മുഴുവൻ വികസിച്ച് നിൽക്കുന്നുമുണ്ട്. മഹതോ മഹിയാൻ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ആത്മാക്കളുണ്ട് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞത് ശരീരത്തിനാണ് ജനനം, മരണം, രോഗം, വാർദ്ധക്യം അല്ലെങ്കിൽ സന്താനോൽപാദനം ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശരീരത്തിനാണ്. ജീവാത്മാവിന് ഇതൊന്നും ബാധകമല്ല. ഇതെല്ലാം സംഭവിക്കുമ്പോഴും, ഇതൊക്കെ ശരീരത്തിന് സംഭവിക്കുമ്പോഴും ജീവാത്മാവ് ഒരു മാറ്റവുമില്ലാതെ, മരണം സംഭവിക്കുമ്പോഴും ജീവാത്മാവ് ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്, നിത്യനാണ്, നാശമില്ലാത്തതാണ് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ. ശ്രീദേവി മാതാജി പറഞ്ഞു. പ്രഭു, അപ്പൊ ഒരു സംശയം, ഇപ്പൊ ആത്മാവിന്റെ കാര്യം നമ്മൾ പ്രഭു പറഞ്ഞില്ല, ഇപ്പം ആത്മാവ് ഹൃദയത്തിലാന്ന് പറഞ്ഞില്ലേ?